നമസ്കാരം. കലർപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ള നമ്മളൊക്കെ ആഗ്രഹമാണ് അല്ലേ? അതിനൊറ്റ പ്രതിവിധിയേ ഉള്ളൂ, മണ്ണിലിറങ്ങുക എന്നുള്ളത്. എത്ര വലിയ ജോലി തിരക്കുള്ളവരാണെങ്കിലും ഒരു അല്പസമയം ഇതേപോലെ ചിലവഴിച്ചാൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കും. വളരെ തിരക്കുള്ളൊരു ഡോക്ടർ കുടുംബമാണ് ഇന്ന് ഹരിതകാലം പരിചയപ്പെടുത്തുന്നത്. തൻ്റെ ജോലി തിരക്കിനിടയിലും വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാത്തരം പച്ചക്കറികളും ഇതുണ്ടല്ലേ, മുളകൊക്കെ, തക്കാളി എല്ലാം കാഴ്ച എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ നമുക്ക് പരിചയപ്പെടും. ഡോക്ടർ ശിവകുമാർ സാറ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. അപ്പോൾ സാറിനോട് ചോദിക്കാം, ഈ തിരക്കിൻ്റെ ഇടയ്ക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, എന്തൊക്കെ കൃഷി രീതികളാണ്, നമുക്ക് പരിചയപ്പെടാം. സ്വാഗതം ഹരിതകാലം ന്യൂസിലേക്ക്. ഞാൻ ഡോക്ടർ ശിവകുമാർ. ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ വൈഫാണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. ഡോക്ടർ, ഈ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് ഇന്ന് കാണാതെ കണ്ട്, മുളകൊക്കെ കണ്ട്, തക്കാളി കാഴ്ച, ഇതെങ്ങനെ ഇതിന് സാധിക്കുന്നത്? എങ്ങനെയാണ് ഇത് മേക്കപ്പ് ചെയ്യുന്ന സമയമൊക്കെ? ഇത് ഇങ്ങനെ ചെയ്യുന്നതിലുള്ള ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തിയും, പിന്നെ ഈ വിഷം ഇല്ലാത്ത പച്ചക്കറികൾ കഴിക്കാം എന്നുള്ളതും, ഫ്രഷായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയതാണല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതല്ലാതെ ഫ്രഷായിട്ട് ഇവിടെ നിന്ന് പറിച്ച് നേരെ അടുക്കളയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അത് ഞങ്ങൾ ഈ രോഗങ്ങൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഈ വിഷം അടിച്ച ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. അതും ഒക്കെ കൂടി, പിന്നെ എനിക്കിത് കൃഷിയോട് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പം അങ്ങനെ രണ്ടാമതൊന്ന് ഇത് പൊടി തട്ടി എടുത്തതാണ് ആക്ച്വലി. ഇത് എന്തൊക്കെ കൃഷികളാണ് സാറേ ഉള്ളത് ഇവിടെ? ഇവിടെ നമുക്ക് പയറ്, കക്കിരി, വഴുതിന, തക്കാളി, മുളക് പലവിധമുണ്ട്. ഇത് ഒരു കായ്ച്ചിട്ടുണ്ടല്ലോ. അതെ, നിറയുണ്ട്. അത് സിറ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണത്. അത് തക്കാളി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെണ്ട, പിന്നെ ചീര പല വിധം ഉണ്ട്. 3-4 തരം ചീര ഉണ്ട്. പിന്നെ പുതിന നല്ലോണം ഉണ്ടായിട്ടുണ്ട്. മല്ലി ഉണ്ടല്ലോ. മല്ലിയുണ്ട്. അത്രയാണ് ഇവിടെ ഉള്ള കൃഷി. ഇപ്പൊ മുളകും തക്കാളിയും ചീരയൊന്നും ഒരിക്കലും വാങ്ങാറില്ല അല്ലേ? വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ കിട്ടും. വെണ്ട ഇഷ്ടം പോലെ കിട്ടും. കിട്ടൂല. മാമിനായിരിക്കും കൂടുതൽ സന്തോഷമല്ലേ, കാരണം അടുക്കളയിലേക്ക് സാധനം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുള്ള എന്ത് പറയുന്നു. വഴുതിരിങ്ങൊന്നും ഇപ്പൊ തീരെ വാങ്ങിക്കാറില്ല. അതേമാതിരി മുളകും അതെ. അത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഭക്ഷണത്തിന് എപ്പോഴും നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നും. എപ്പോഴും പുറത്തുനിന്ന് വാങ്ങേണ്ടതല്ലോ. ചീര പ്രത്യേകിച്ച് തോന്നുന്നല്ല, ഇത് മനസ്സിന്റെ ടേസ്റ്റ്. കാരണം നമുക്കറിയാലോ വിഷം ഇട്ടിട്ടില്ല, നമ്മളെ മനസ്സാണ്, അതാണ് സംഭവം. ഫ്രഷ് ആണ്. അത്രയും ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണല്ലോ. നിൽക്കുന്ന കാണുമ്പോ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അതെ അതെ, തീർച്ചയായിട്ടും. സാറേ, ഈ സിസ്റ്റത്തെ പറ്റി എന്താ പറയുന്നത്? നല്ലൊരു സിസ്റ്റം ആണല്ലോ അല്ലെ, വിക്ക് ഇറിഗേഷൻ? അതെ, വിക്ക് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തിരിനന എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഒരു കൃഷി ചെയ്യണമെന്ന് ആലോചിച്ചു. ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കി ഒരു നമ്പർ വിളിച്ചു. അപ്പോൾ എന്തോ ഒരു ഗാർഡൻ, എനിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവരാണ് സിബി ജോസഫിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തരികയും അങ്ങേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് അടുത്ത് വരും തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. ഈ സിസ്റ്റം ഇവിടെ നടപ്പാക്കിയത് അങ്ങനെയാണ്. എന്തൊക്കെ വളങ്ങളാണ് സാറേ ഇതിനകത്ത് ഇടുന്നത്? എങ്ങനെയാ അതിന്റെ പരിപാലനമൊക്കെ എന്താ ചെയ്യുന്നത്? ജൈവ വളം മാത്രമേ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് എങ്ങനെ പരിപാലനങ്ങളൊക്കെ? കള പറിക്കുന്നത് അതൊക്കെ ഞാൻ ദിവസവും വന്ന് നോക്കി ഞാൻ തന്നെ ചെയ്യും. രാവിലെയും വൈകുന്നേരം ഇതിന്റെ ഇടയിൽ വന്ന് നോക്കും. കീടനിയന്ത്രണത്തിന് എന്താ ചെയ്യാൻ പറ്റും? സാധാരണ എല്ലാവർക്കും മലയാളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്നത്, പക്ഷെ കീടങ്ങളുടെ ഭയങ്കര ശല്യം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാർ എന്താ ചെയ്യുന്നത്? അതും ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത്. നമ്മള് ഈ വേപ്പെണ്ണയാണ് ഉപയോഗിക്കാറ് സാധാരണ. അത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇവിടെ. വേറെ ഒന്നും ഇതൊന്നും കീടനാശികളെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഡെയിലി ഉള്ള ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കീടങ്ങൾ ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇതിന് വെറും വെള്ളവും വളവും പോരാ, ഇതിനൊരു സ്നേഹവും കൂടി കൊടുത്തെങ്കിൽ മാത്രമേ നല്ല വിളവ് ഇതുപോലെ ഉണ്ടാവുള്ളൂ. സാറിന് എന്താണ് പുതിയ ജനറേഷനോട് പറയാനുള്ളത്? കാരണം പുതിയ ജനറേഷൻ തീരെ കൃഷി ചെയ്യുന്നില്ല. എല്ലാവരും ഫാസ്റ്റ് ഫുഡിന്റെ ഒക്കെ ലോകത്താണല്ലോ. സാറ് തന്നെ നേരത്തെ പറഞ്ഞു ഒത്തിരി രോഗങ്ങളൊക്കെ വരുന്നതിനെ പറ്റി. എന്താണ് സാറിന് ഉപദേശമൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല, എങ്കിലും സാറിൻ്റെ ഒരു അനുഭവത്തിലൂടെ പറയാനുള്ളത് എന്തായിരിക്കും? ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ അവനവൻ്റെ വീട്ടിൽ ചെറിയ ഏരിയ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ 1/4 സെൻറ്റ് പോലും ഇല്ല, ആ സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ചെയ്യാൻ പറ്റും. വിഷം ഇല്ലാത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തന്നെയല്ല, വിഷത്തിൻ്റെ അല്ല,
ഇത് ഒരിക്കൽ കഴിച്ച ആൾ ഇത് ഒക്കെ അറിയുള്ളൂ. ഇതിൻ്റെ സ്വാദ് വേറെ തന്നെയാണ്, വേറെ നമ്മൾ ഇതുവരെ കഴിച്ചതല്ല. തക്കാളിയൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. തക്കാളി, അതെ, അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തക്കാളി നല്ലോണം വേണമെന്നുള്ളത്. നമ്മൾ പറഞ്ഞ ആൾ വന്നല്ലോ, സിബി വന്നിട്ടുണ്ടല്ലോ. ഹാപ്പി എന്നല്ല, ഞാൻ വിചാരിച്ചതിലും വളരെ സന്തോഷം. ഞാൻ വിചാരിച്ചതിലും ജാസ്തി ഇത് എനിക്ക് വിളവ് കിട്ടുകയും ചെയ്തു. അത് ഞാൻ എല്ലാം കൊണ്ടും വളരെ സംതൃപ്തനാണ്. പച്ചക്കറി ഒരുപാട് കിട്ടുന്നുണ്ട്. ഞങ്ങൾ പലതും ഇപ്പോൾ വാങ്ങാറേ ഇല്ല. അതിൻ്റെ സ്വാദും അത് പ്രത്യേകം പറയണം. അപ്പോൾ ഡോക്ടറുടെയും കുടുംബത്തിൻ്റെയൊക്കെ കൃഷി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ ഒത്തിരി ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും ഒന്നും നമുക്ക് ജീവിതത്തിൽ ആരോഗ്യം തരില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അല്പസമയം മൊബൈലിലെ തോണ്ടലൊക്കെ മാറ്റിവെച്ച് ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ വലിയൊരു എക്സ്പെൻസൊന്നുമില്ല. തീർച്ചയായും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോയുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.